ഐഷു, നീ വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. എന്താ സച്ചി ഇത്ര ഇമ്പോർട്ടന്റ് ആയി സംസാരിക്കാനുള്ളത്? അത് എന്നെയും അനുവിനെയും കുറിച്ചാ. നീ അനുവിനോട് ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞോന്നറിഞ്ഞു. ഞാനോ? അവൾ വേറെന്തെങ്കിലും ചിന്തിച്ച് പറഞ്ഞതായിരിക്കും. ആണോ? നിനക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല? ഞാൻ നിന്നെ കൂടെ കിടക്കാൻ വിളിച്ചെന്ന് അവളോട് നീ പറഞ്ഞതായിട്ട് അറിഞ്ഞു. വൈ ആർ യു സെയിങ് ലൈക്ക് ദാറ്റ്? സച്ചി, ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച്. ഓക്കെ. ഇനി പറയാമോ നീ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ റീസൺ? സച്ചി, ഞാനല്ലേ നിന്റെ ഫസ്റ്റ് ലവ്? യെസ്, സോ വാട്ട്? അതും ഇപ്പോ നടക്കുന്ന സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നീ അവളെ ഉപദ്രവിച്ചായിരുന്നോ? ഞാനോ? അവൾ അങ്ങനെ പറഞ്ഞു? അവൾ അങ്ങനെയൊന്നും പറയില്ല ആരോടും, അതെനിക്കറിയാം. ഐ മീൻ, വാക്കുകൾ കൊണ്ട് നീ ഡോണ്ട്. അവളോട് മാത്രം അങ്ങനെയൊന്നും പറയരുത്. സച്ചി, ഞാൻ വേറൊന്നും പറഞ്ഞില്ല, ഞാൻ വെറുതെ. ആവശ്യമില്ലാത്തതൊന്നും അവളോട് പറയാൻ നിൽക്കണ്ട. നിന്നെ ഞാൻ എന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നതിന്റെ റീസൺ നിനക്കറിയാലോ. അപ്പോ അതിന്റേതായ രീതിയിൽ നിൽക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. വാ പോകാം. സച്ചി. എന്താ? സച്ചി, ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ഐ ആം മാരീഡ് ഐഷു. യെസ്, ഐ നോ, ബട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിന്നെ തിരിച്ചു കിട്ടാൻ ഞാൻ അനുവിനോട്, അല്ലാതെ എനിക്ക് ആ കുട്ടിയോട് ദേഷ്യമൊന്നുമില്ല. Oh shit. പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണം നമുക്ക് അനുവിനോട്. ഓക്കെ? എന്താണ് എന്റെ സുന്ദരിനാഥന്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു ചിരി? മായെ, സച്ചി ചോദിക്കാൻ പോയേക്കുവാ അവളോട് എന്തിനാ ഈ നുണകളൊക്കെ പറഞ്ഞതെന്ന്. ഓ, അങ്ങനെയെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ എന്റെ ഏട്ടന്. നീ ഇനി ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. ഒരാഴ്ച മുഴുവൻ കരയേണ്ട കണ്ണീരാ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നീ കരഞ്ഞു തീർത്തത്. സോ ഇനി എന്റെ അനിമൽ ക്യാരക്ടറിലേക്ക് ഇറങ്ങാൻ ടൈമായി. ദേടി, ആയിഷ വരുന്നുണ്ട്. സച്ചേട്ടനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? ആവോ, എനിക്കറിയില്ല. എന്തായെന്ന് ചോദിക്കാന്ന് വെച്ചാ ഇവളൊട്ട് പറയുമില്ല. അനു, സോറി ഫോർ എവറിത്തിങ്. നിന്റെ സോറി കൊണ്ട് പുഴുങ്ങിട്ടിന്, എനിക്കൊന്നും വേണ്ട. എന്റെ സച്ചിയുടേടി, നീ കൊണ്ട് കൊന്നു അവനെ. അവൻ അറിയില്ല, എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് എങ്ങോട്ട് പോയി. എന്നാ ഞാനൊരു കാര്യം പറയാം, നീ ഇപ്പോ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം. അനു, എനിക്ക് വേറൊരു പ്ലേസ് ഇല്ല സ്റ്റേ ചെയ്യാൻ. സച്ചി ഒന്ന് വന്നോട്ടെ. ഓ, സംസാരത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ. സച്ചി പറഞ്ഞിട്ടുണ്ടാവും എന്നെ മതിയെന്ന്. അവളുടെ ഒരു സച്ചി അങ്ങനെ എന്റെ കെട്ടിയാണേടി. കുറെ ആയി ഞാൻ സഹിക്കുന്നു. ഇറങ്ങടി, നിന്റെ പെട്ടിയും പ്രമാണം എടുത്തു. നീ എന്നോട് പറഞ്ഞു കേട്ടില്ലേ? എന്റെ അനുമോളെ എന്തൊക്കെയാടി നീ ഇന്നലെ പറഞ്ഞു കൂട്ടിയത്? ഈ അവസ്ഥയിൽ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത്. നീ മര്യാദക്ക് ഇറങ്ങിക്കോ, ഇല്ലേ അടുക്കളയിൽ ഇരിക്കുന്ന ചാളത്തല എന്റെ തലേനാൻ കമഴ്ത്തു. ഇറങ്ങടി, ഇറങ്ങിപ്പോടി, ഇനി പരിസരത്ത് കണ്ടുപോരുത്. ഓ, വന്നോ? എവിടെ പോയി കിടക്കുമായിരുന്നു? ഐഷ എവിടെ? ഞാനിവിടെ കല്ല് പോലെ നിൽക്കുന്നത് കണ്ടിട്ടോ നിനക്ക് അവളെ പറ്റി ചോദിക്കാനുള്ളൂ. അനു, ഐഷ എവിടെന്ന്? അവളെ ഞാൻ അടിച്ചു പുറത്താക്കി. വാട്ട്? എന്താ കേട്ടില്ലേ?
ഇവിടുന്ന് അടിച്ചോടിച്ചെന്ന്. അനു, നീ നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? അറിയാം, നന്നായിട്ട് അറിയാം. അവന്റെ ഒരു വേദന ഉണ്ടില്ലേ? ഇന്നലെ മുഴുവൻ ഞാനിവിടെ കിടന്ന് അലമുറയിട്ടിട്ടു ഇന്ന് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അനു, നീ ഐഷുനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് ശരിയായില്ല. ഓഹോ, ശരിയായില്ലെങ്കിൽ നീയും ഇറങ്ങിപ്പോക്കോ. അനു, നീ അവളെ കൊണ്ട് പോയിട്ട് ചോദിച്ചായിരുന്നോ? സച്ചു നിന്നോടെ ചോദിക്കണേ ഞാൻ. ചേടാ, മിണ്ടാട്ടം മുട്ടിപ്പോയോ നിനക്ക്? എനിക്കറിയണം നിങ്ങൾ പോയിട്ട് എന്താ സംസാരിച്ചതെന്ന്. നീ ഒന്ന് മാറിക്കേ, എനിക്ക് കുറച്ച് സ്വസ്ഥത. അനുമോളെ, എന്തായാലും ഇപ്പൊ ഇവിടെ ഒരു സ്വസ്ഥത വന്നു. ഓഹ്, എന്തൊരു ശാന്തത. ശരിയാമായേ, ഒരു ദിവസമാണെങ്കിലും അവളെ ഞാൻ എങ്ങനെ സഹിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ പോയി ചത്തോശാവം. സച്ചു അവളുടെ വലയിൽ വീഴുമോന്ന് എന്റെ പേടി. എന്റെ ഏട്ടനായോണ്ട് പറയുകയല്ല, അങ്ങേരൊരു കിഴങ്ങനാ. അതെ, നല്ല ചെറിപ്പഴം പോലെയുള്ള ഒരു ഭാര്യ ഇവിടെ ഉള്ളപ്പോ ചെറിപ്പഴം പോലുള്ള ആ പിശാശിന്റെ പുറകെ ഒളിപ്പിച്ച് നടക്കൂ. സച്ചേട്ടൻ വരുന്നു. അനു, ഇന്ന് വൈകിട്ട് നീ എന്റെ കൂടെ വരണം. എവിടേക്കാ, എന്തിനാ എന്നൊന്നും ചോദിക്കണ്ട, ഞാൻ പറയില്ല. എല്ലാം അവിടെ ചെല്ലുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും. എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ? അപ്പൊ എന്നാണ് എന്നെ ബീച്ചിൽ കൊണ്ട് കളയാൻ പോകുന്നത്? നീ എന്താ കരയുന്നില്ലേ? ഇനി കരഞ്ഞു നിന്നിട്ടൊന്നും കാര്യമില്ലടി. അത് ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി. നിന്റെ ഏട്ടന്റെ ഹെലനോ സ്പാർട്ട അടിച്ച് പൊട്ടിച്ചിട്ടേ ഞാൻ ഇന്നിവിടെ നിന്ന് പോകുള്ളൂ. എന്താ ഇങ്ങനെ എന്നെ കളയുന്നില്ലേ? ചിലപ്പോ എല്ലാം പറഞ്ഞ് സോൾവ് ആക്കാൻ വിളിച്ചതായിരിക്കൂലേ? ഇങ്ങനെ ഇതെന്താ കടലമ്മയെ തന്നെ വായി നോക്കിയിരിക്കുക? ഇതെന്തോന്ന് ഒരുമാതിരി വിരഹ കാമുകനെ പോലെ. എന്നെ കിട്ടിയില്ലേ, പിന്നെ ഇനി എന്തിന്റെ വിരഹമായാക്ക്? കുറെ നേരം ആയില്ലിരിക്കുന്നേ. ഇങ്ങനെയാണ് ഞാൻ ഒരാളെ ഇവിടെ ഇല്ലെന്ന രീതിയിലാണ് ഇരിപ്പ്. എന്തായാലും എന്നെ ഉപേക്ഷിക്കുന്ന സ്പോട്ടിൽ ഇങ്ങരുടെ ഹെലനോസ് പാട്ടയും അടിച്ച് പൊട്ടിച്ചിട്ട് ഞാൻ പോകും. ഇത് കാണുമ്പോ എന്റെ സച്ചുന്റെ ആ പഴയ പ്രണയകാലം ഓർമ്മ വരുന്നു. എടി, ഇന്ന് നീ എനിക്ക് പബ്സ് വാങ്ങി തരണം. ഇന്നലെ ഞാനല്ലേ വാങ്ങിയേ? ഓ, അതൊക്കെ വാങ്ങി തരാം. നീ ഇങ്ങനെ എത്തിക്കണക്ക് പറയാതെ അല്ലേ? എടി, ഞാനത് കാര്യം പറഞ്ഞ നീ എന്നെ വഴക്ക് പറയോ? എന്താ ആദ്യം കേൾക്കട്ടെ. എടി, എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നു. പറച്ചില് കേട്ടാത്തൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന്. നമ്മൾ നോക്കാൻ ഇനി ഈ ഏരിയ വല്ലവരും ഉണ്ടോടി? അതന്നെ, നമ്മുടെ മനസ്സിനെ പിടിച്ച ഒരെണ്ണത്തിന് കിട്ടണ്ടേ? നമ്മുടെ റേഞ്ച് എവിടെ കിടക്കുന്നു? ഇവന്മാരുടെ റേഞ്ച് എവിടെ കിടക്കുന്നു? ദേടി ഒരു ചുള്ളൻ ബൈക്കിൽ. എന്റെ അമ്മേ, ഇവനെ ഇത്ര നാൾ നമ്മളിവിടെ നോക്കിയിട്ട് കണ്ടില്ലല്ലോടി. എന്തു മസല ഇടി, ചിരിക്കുമ്പോ നുണക്കുഴിയൊക്കെ ഉണ്ട്. ഹെയർ സ്റ്റൈല് നോക്ക്. ഇതുപോലൊരു ഫ്രീക്കനെ നമ്മൾ കാണാൻ വൈകിയല്ലോ. പാറു പാറു പാറു, നീ എന്താടി വായും പൊളിച്ച് നിക്കുന്നേ? ഷോ, ഒരു 1.5 ഐറ്റം തന്നെ ഇവനെ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം. എന്നാ ഇങ്ങോട്ട് നോക്ക്, ദേ നിൽക്കുന്നു ആ ഭാഗ്യദേവത. അയ്യടാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് ഞാൻ സമ്മതിക്കില്ല. ആഹാ, അവനെ ആദ്യം കണ്ടത് ഞാനാ. അവൻ ആ ബേക്കറിയുടെ മുന്നിൽ എത്തിയപ്പോ തന്നെ ഞാൻ കണ്ടു. എന്നാ അവനെ ഞാൻ ആ ബേക്കറിയുടെ അപ്പുറത്തുള്ള പള്ളിയുടെ മുമ്പിൽ വെച്ച് കണ്ടു. അനു, പാറു, നീ ഒന്നും പറയണ്ട. നമ്മള് രണ്ടുപേരെയും നോക്ക്. ആരുടെ ഫേസാ അവന്റെ മുഖത്തിനോട് കുറച്ചെങ്കിലും സാമ്യമുള്ളത്? അതിലിപ്പോ ഇത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? എന്റെ തന്നെ ആണല്ലോ. അപ്പോ ഇന്നു മുതൽ അവൻ നിന്റെ ജനിക്കാതെ പോയ ചോട്ടനാണ്. അതെങ്ങനെ? ഞാൻ സമ്മതിക്കുമല്ലോ. നീ അല്ലേടി പറഞ്ഞേ അവന്റെ ഫേസും നിന്റെ ഫേസും ഒരുപോലെയാണെന്ന്. ചേട്ടന്റെ അനിയത്തിയുടെ ഫേസ് ഒരുപോലെയല്ലേ ഇരിക്കൂ? സോ സാഡ്, എന്റെ ഫേസ് ഡിഫറെന്റ് ആയിപ്പോയി.
വിധിയുടെ വിളയാട്ടം കൊണ്ട് ഈ അനുവിനാണ് അവന്റെ ഭാര്യയാകാൻ വിധി വന്നത്. ഡീ, നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോടി മരപ്പട്ടി. ഞാൻ സമ്മതിക്കൂല. എടി, നീ എന്റെ ബെസ്റ്റ് അല്ലേ? അവനെ കണ്ടപ്പോൾ എനിക്ക് അസ്ഥിക്ക് പിടിച്ചടി. നിനക്ക് വായി നോക്കാൻ നല്ലൊരു അടാറൈറ്റത്തിന് ഞാൻ തപ്പിത്തരാം. ഓക്കെ അല്ലേ എന്റെ കാന്താരി? ഓക്കെ ഓക്കെ. എനിക്ക് എങ്ങോട്ട്? കോളേജിൽ പോണ്ടേ? ഈ 5 മണിക്കോ? ആ, ഇപ്പൊ പോയാലേ അവനെ ട്യൂണാക്കാൻ പറ്റൂ. ഇതെന്താ ഒരു പുതിയ മണം? അത് ഞാൻ കുറച്ച് സ്പ്രേ. നീ കുളിച്ചോ? ഇല്ല. അതെനിക്കറിയാം. എടി, ക്രഷിനെ വളക്കാൻ പോകുമ്പോഴെങ്കിലും ഒന്ന് നനച്ച് തുടച്ച് കുളിച്ചിട്ട് പോയിക്കൂടെടി. ഓ പിന്നെ, അവൻ എന്നെ കാണുമ്പോ തന്നെ വന്ന് മണപ്പിച്ച് നോക്കാൻ പോവല്ലേ? എടി, നോക്കുന്നുണ്ടോ അവൻ? എവിടെ? അവൻ ആകാശത്ത് നോക്കി കാക്കകളുടെ എണ്ണം എടുക്കുക. ഇനി വല്ല പക്ഷി നിരീക്ഷകനാണോ? ഓ, ഈ അയലാതിക്ക് എന്നാത്തിന്റെ കേടാ? ഇത്ര സുന്ദരികളായ ഗേൾസ് വന്ന് മുമ്പിൽ നിന്നിട്ടും നോക്കുന്നുണ്ടോന്ന് നോക്ക്, ദുഷ്ടൻ. എടി, ഇതിപ്പോ എത്ര ദിവസമായി നമ്മളിങ്ങനെ? അവൻ നോക്കുന്നേ ഇല്ല. എന്താടി, എന്താ അവന്റെ കണ്ണുകൾ എന്നെ തേടി വരാത്തെ? അത്രക്ക് ബോറാണോ ഞാൻ? അങ്ങനെയൊക്കെ ചോദിച്ചാ വേണ്ട, ഒന്നും പറയണ്ട. നീ പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. വാ, ദേ അവൻ പോയി. അവന്റെ കൂട്ടുകാരൻ വന്നു. വാ, വീട്ടിൽ പോകാം. ഇന്നെന്താ ഒരു വൃത്തികെട്ട മണം? നീ പഴയ നീയായോ? ഇനി സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ആരെ മണപ്പിക്കാനാ? വാ പോകാം. അവന്റെ ഒടുക്കത്തെ ഒരു ജാട. ഓ, ദേ നിൽക്കുന്നു ജാടക്കാരൻ തെണ്ടി. അല്ലെ പട്ടി നോക്കും. എടി, ദേ അവൻ നമ്മളെയല്ലേ നോക്കുന്നേ? അതെടി, നമ്മളെ തന്നെ. നമ്മുടെ മാവും പൂത്തേ. നമ്മുടെ അല്ല, എന്റെ. എന്താടി നിനക്കൊരു മാറ്റം? അത് ഞാൻ അന്ന് കുളിച്ചായിരുന്നു. ഓഹോ, അപ്പൊ നീ സീരിയസ് ആയിട്ട് തന്നെ? പിന്നെ എന്താടി നിനക്ക് അവനൊന്ന് നോക്കിയ? അന്ന് നോക്കി ചിരിച്ചല്ലാതെ പിന്നെ ആ ചെറുക്കൻ നിന്നെ നോക്കി നിന്നിട്ടും നിനക്ക് നോക്കാൻ വയ്യ. ഇപ്പൊ നിനക്കാണല്ലോ ഒടുക്കത്തെ ചാടാ. കുറച്ചുനാളിങ്ങനെ നോക്കി കളിക്കട്ടെടി. ഡീ, ദേ ഇന്നും അവൻ നിന്റെ ചോര ഊറ്റി കുടിക്കുന്നുണ്ട്. ദേടി, അവനിങ്ങോട്ടാ. ഇന്നെന്തെങ്കിലും ഒന്ന് നടക്കും. എടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. അതെ, അത് കുട്ടി ഒന്ന് കുറച്ച് മാറി നിൽക്കുമോ? കുറച്ച് പേഴ്സണലായിട്ട് പറയാനുള്ളതാ. ഓ ശരി. ഇപ്പൊ ഞാൻ അറിയിപ്പില്ല. ഞാൻ ഒഴിഞ്ഞതുകൊണ്ടാ. അല്ലേ ഇപ്പൊ നിന്നെ ഞാൻ കേട്ടിയനെ. എടോ, എങ്ങനെ പറയണം എന്നറിയില്ല. പേര് പോലും അറിയില്ല. പക്ഷെ എനിക്ക് തന്നെ ഇഷ്ടമാടോ ഒരുപാട്. തനിക്ക് എന്നെ ഇഷ്ടാണോ? അത് ഇയാളുടെ പേരെന്താ? സച്ചിൻ. അടുപ്പമുള്ളവർ സച്ചി എന്ന് വിളിക്കും. എന്താ ഞാൻ സച്ചി എന്ന് വിളിക്കില്ല. പിന്നെ ഞാൻ സച്ചു എന്ന് വിളിക്കാം. സച്ചു. എന്താ കണ്ണു നിറഞ്ഞേ? ഒന്നുമില്ല, അത് പൊടിയോ മറ്റോ. എടോ, താ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നെ ഇഷ്ടാണോ? ഇഷ്ടമല്ല എന്ന് മാത്രം പറയരുത്. ഞാൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി.
എനിക്ക് ഇഷ്ടമാണ്. ഓ താങ്ക് ഗോഡ്. അല്ല, തന്റെ പേര് പറഞ്ഞില്ലല്ലോ. അനിക. ഇഷ്ടമുള്ളവർ അനു എന്ന് വിളിക്കും. എന്നാ ഞാൻ ആനൂട്ടി എന്ന് വിളിക്കാം. ഓക്കെ ആണോ? വിളിച്ചോ, എനിക്കിഷ്ടായി. പിന്നെ ഇത് തന്നോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുക. എനിക്ക് ഒരു എക്സ് ലവ് ഉണ്ടായിരുന്നു, ഐശ്വര്യ. ബ്രേക്കപ്പ് ആയിട്ട് 3 months ആവുന്നേ ഉള്ളൂ. ഓ, ജസ്റ്റ് 3 months. അവൾ തിരികെ വന്ന ആ പഴയ ഇഷ്ടം വീണ്ടും എന്നെ മറക്കുമോ? താൻ എന്താടോ ഇങ്ങനെ? എനിക്ക് തന്നെ മതി, വേറെ ആരെയും വേണ്ട. കേട്ടല്ലോ അനൂട്ടി? ചോദിക്കുന്നത് തെറ്റാണോ എന്നറിയില്ല. നിങ്ങൾ എന്തുകൊണ്ടാ ബ്രേക്കപ്പ് ആയത്? അതറിയണോ? റീസൺ ഞാൻ പറയുന്നില്ല. അവൾ തേച്ചിട്ട് പോയതന്നെ. ഓ, അതൊക്കെ വിട്. ഇനി നമുക്ക് നമ്മുടെ ലൈഫിനെ പറ്റി ആലോചിച്ചാ പോരെ? അപ്പൊ എങ്ങനെ അനൂട്ടി? ഹലോ, ഇത് അനികയാണോ? അതെ, അത് ഞാൻ ഐശ്വര്യയാണ്, സച്ചിയുടെ എക്സ്. എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് വൈകിട്ട് തെക്കുംവടം ബീച്ചിലേക്കൊന്ന് വരാമോ? ഫോണിൽ പറഞ്ഞാ പോരെ? സോറി, ഇത് നേരിട്ട് പറയാനുള്ളതാ. ഒന്ന് വരാമോ? ശരി, ഞാൻ വരാം.